തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത് നാവായിക്കുളം കിഴക്കനേല LP സ്കൂളിൽ ഭക്ഷ്യവിഷബാധ 36 കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂളിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി. MG പ്രതീഷ് വിശദാംശങ്ങളുമായി. പ്രതീഷ്, സ്കൂളിൽ നിന്ന് നൽകിയ ഭക്ഷണത്തിലാണോ ഈ പ്രശ്നമുണ്ടായത്? അതിൽ എന്തുകൊണ്ടാണ് സ്കൂൾ അധികൃതർ ഈ വിഷയം മറച്ചുവെച്ചത് ആരോഗ്യവകുപ്പ് അധികൃതരിൽ നിന്ന് എന്നതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നമുക്കുണ്ടോ? എന്താണ് പരിശോധനയിൽ കണ്ടെത്തിയത്? അനുജ, ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം ഉണ്ടായത്. ബുധനാഴ്ച സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ബുധനാഴ്ച ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമാണ് കുട്ടികൾക്ക് നൽകിയത്. ഈ ഭക്ഷണം കഴിച്ച 36 വിദ്യാർത്ഥികൾക്ക് ശാരീരിക അസ്വസ്ഥതയുണ്ടായി. തുടർന്ന് ഈ വിദ്യാർത്ഥികളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതിൽ കുറച്ചധികം വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വിദ്യാർത്ഥികളെ പ്രാഥമിക ചികിത്സ നൽകി ഇന്നലെയും ഇന്നുമായി വീട്ടിലേക്ക് മടക്കി അയച്ചിട്ടുണ്ട്. ഇതിൽ ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച സംഭവിച്ചു എന്നതാണ് പ്രധാനമായും നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിലൊരു ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായിട്ടും അത് ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന സമീപനമാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ആരോഗ്യ വിഭാഗം ഒന്നും തന്നെ ഇങ്ങനൊരു സംഭവം അറിഞ്ഞിരുന്നില്ല. ആരോഗ്യ വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ മറ്റാവശ്യത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോകുമ്പോഴാണ് അവിടെ ഈ കുട്ടികളെ പ്രവേശിപ്പിച്ചതായി വിവരം ലഭിച്ചത്. അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ഈ സ്കൂളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായതായി ഹെൽത്ത് ഇൻസ്പെക്ടർ പോലും അറിഞ്ഞത്. അങ്ങനെ നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഒപ്പം ഈ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമാണ് സ്കൂളിൽ കുട്ടികൾക്ക് വിതരണം ചെയ്തത്. ഈ സാധാരണയുള്ള മെനുവിൽ നിന്ന് വിഭിന്നമായി ഏതെങ്കിലും പ്രത്യേക ഭക്ഷണം നൽകണമെങ്കിൽ അത് മുൻകൂട്ടി ആരോഗ്യ വിഭാഗത്തെ അറിയിക്കണമെന്നൊക്കെ നിർദ്ദേശമുണ്ട്. പക്ഷേ അത്തരത്തിലുള്ളൊരു നിർദ്ദേശമൊന്നും തന്നെ സ്കൂൾ അധികൃതർ പാലിച്ചില്ല എന്നതാണ് ഈ ഹെൽത്ത് ഇൻസ്പെക്ടറും അറിയിക്കുന്ന കാര്യം. ഇവർ ഈ ആശുപത്രിയിൽ എത്തുമ്പോഴാണ് ഇങ്ങനെ കുട്ടികളെ പ്രവേശിപ്പിച്ച വിവരം പോലും അറിയുന്നത്. ഇതിൽ സ്കൂൾ അധികൃതർ നൽകുന്ന വിചിത്രമായ ന്യായം അത്തരത്തിൽ ഈ ഹെൽത്ത് ഇൻസ്പെക്ടറെ അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗത്തെ അറിയിക്കണമെന്ന കാര്യം തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ള വിചിത്രമായ ന്യായീകരണമാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അനുജ.